ശരിക്കും എന്താണ് ഈ ജാതകം? ജാതകം കല്യാണം മുടക്കാനുള്ള ഒരു ഉപാധി. ചിലർക്ക് അതെ, നമ്മുടെ ശരീരം ഉള്ളൊരവസ്ഥയും ശരീരം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. വലിയ സയൻസാണ്. സയൻസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകണ്ട. അതായത് കാലാകാലങ്ങളായിട്ട് നമ്മളിവിടെ ഉണ്ട്. നമ്മൾ ശരീരം എടുക്കുന്നു, ശരീരം ഒഴിവാക്കുന്നു. 25-ാം വയസ്സിൽ രാജയോഗം, അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനുള്ളത് ഒരു ഉപാധിയായിട്ടല്ലേ ഇതിനെ കാണുന്നത്? ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. തെറ്റിദ്ധാരണയാണോ? അതിലേക്ക് ഞാൻ വരാം. ഓക്കെ. അവർ 6 വർഷം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ടർബുലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾക്ക് വെച്ച വഴികളിൽ കൂടെ അല്ലാതെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അതിനാണ് നമുക്ക് ഈ ദശാപഹാരങ്ങൾ, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ജാതകം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ പോലെ കല്യാണത്തിന് താനെടുക്കുക, അത് വേറെ സാധനം തിരിഞ്ഞു നോക്കില്ല, അവിടെ കിടക്കും. അബാക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ആസ്ട്രോളജറായ മനോജ് കുമാർ മഞ്ചേരിയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ ആദ്യം തന്നെ വളരെ ബേസിക് ആയിട്ട് എല്ലാവരും പറയുന്നു ജാതകം നോക്കണം, ജാതക പൊരുത്തമില്ല, ജാതക പൊരുത്തമുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ജാതകം എന്ന് പറഞ്ഞാൽ. ശരിക്കും എന്താണ് ഈ ജാതകം? ജാതകം കല്യാണം മുടക്കാനുള്ള ഒരു ഉപാധി. ചിലർക്ക് അതെ. ജാതകം എന്ന് പറയുന്നത് ആക്ച്വലി ജാതകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബർത്ത് എടുത്ത് വരുന്നു. നമ്മുടെ ശരീരം ഉള്ളൊരവസ്ഥയും ശരീരം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. വലിയ സയൻസാണ്. സയൻസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകണ്ട. അതായത് കാലാകാലങ്ങളായിട്ട് നമ്മളിവിടെ ഉണ്ട്. നമ്മൾ ശരീരം എടുക്കുന്നു, ശരീരം ഒഴിവാക്കുന്നു, വീണ്ടും വേറെ ശരീരം എടുക്കുന്നു, പിന്നെ അത് ഒഴിവാക്കുന്നു. അങ്ങനെ അതാണ് ഈ ജനിമൃതികൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ ജന്മങ്ങളിലും നമ്മൾ ചെയ്തു വെച്ച ചില കർമ്മങ്ങൾ, അല്ലെങ്കിൽ കർമ്മദോഷങ്ങൾ, നല്ലതോ ചീത്തോ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ബാഗേജ് ആയിട്ട്, സഞ്ചിത കർമ്മങ്ങളായിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും ബർത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രയർ ബർത്തുകളിലൊക്കെ ഉള്ള നമ്മളെ ചെയ്ത് തീർക്കാനുള്ള, അല്ലെങ്കിൽ അനുഭവിച്ച് തീർക്കാനുള്ള കർമ്മങ്ങൾ, അതെന്താണെന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് ശരിക്കും ഈ ജാതകം എന്ന് പറഞ്ഞത്. നമ്മളെ ശരീരം എടുക്കുന്ന സമയത്ത് നമ്മളെ ഒരു രൂപം കാണുമ്പം അതിൽ സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്. ഈ കാരണ ശരീരം എറ്റേണലാണ്, ബാക്കി രണ്ടേ ഉള്ളൂ മാറി മാറി വരുന്നത്. അപ്പോൾ ആ എറ്റേണൽ ആയിട്ടുള്ളൊരു സംഗതിക്ക് അവർക്കറിയാം ഇതിൻ്റെ മുൻപുള്ള എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ഒരു മെമ്മറി ആയിട്ട് അവിടെ കിടപ്പുണ്ട്. അത് ജീവിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് അറിയണ്ടേ എന്തൊക്കെയായിരുന്നു, നമുക്കറിയില്ലല്ലോ അത്. അപ്പോൾ അത് കണ്ടെത്താനുള്ള നമ്മളുടെ ഒരു യൂസർ മാനുവലാണ് ശരിക്കും ഈ ജാതകം എന്ന് പറയുന്നത്. നമ്മളൊരു ഹോം അപ്ലയൻസ് വാങ്ങി, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ വാങ്ങി, ഇതിൻ്റെ കൂടെ നമുക്കൊരു മാനുവൽ കിട്ടും. അല്ല, ഇതിൻ്റെ ബെസ്റ്റ് യൂസ് എങ്ങനെയാണ്, അതിൻ്റെ പ്രോപ്പർ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ഇതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ ജന്മം എടുക്കുന്ന സമയത്ത്, മനുഷ്യനെന്നല്ല ഏത് ബർത്താണെങ്കിലും ആ സമയത്ത് ഉള്ള ആ ഗ്രഹത്തിൻ്റെ പ്ലാനറ്ററി പൊസിഷൻസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചാർട്ടാണ് ശരിക്കും ജാതകം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു ജന്മത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാവുന്നത്. പക്ഷേ സാധാരണ ആൾക്കാർ ഈ ജാതകം വായിക്കുമ്പോൾ ഇപ്പോൾ 25-ാം വയസ്സിൽ രാജയോഗം, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനുള്ളത് ഒരു ഉപാധിയായിട്ടല്ലേ ഇതിനെ കാണുന്നത്? ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. തെറ്റിദ്ധാരണയാണോ? അതിലേക്ക് ഞാൻ വരാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ യൂസർ മാനുവലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴാണ് നമ്മൾ ജാതകം ആദ്യമായിട്ട് നോക്കുന്നത്? കല്യാണ സമയത്തല്ലേ? അല്ല, അത് ജാതകം എഴുതിയിട്ട് വായിക്കുന്നത് ശരിക്കും 6 മാസം ഒക്കെ ആകുമ്പോൾ നമ്മളൊരു ജാതക വായന ചടങ്ങ് തന്നെ ഉണ്ട്. ഒരു കുട്ടി ആയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജാതകം വായിക്കുക എന്ന് പറഞ്ഞ ചടങ്ങാണ്. ചോറ് കൊണ്ട് മുന്നേറ്റം അത് ചെയ്യും വീട്ടിൽ. അപ്പോൾ ഈ 6-ാം മാസത്തിൽ ജാതകം വായിക്കുന്ന സമയത്ത് നമ്മൾ ഈ വായിക്കുന്നതോ പറയുന്നതോ ആ കുട്ടി കേൾക്കുന്നുണ്ടോ? ഇല്ല. ആരാ കേൾക്കുന്നത്? ചുറ്റുമിരിക്കുന്ന ആൾക്കാർ, പാരന്റ്സ്, അച്ഛൻ, അമ്മ, ഏറ്റവും അടുത്തുള്ള അവരെ പിന്നെ ടേക്ക് കെയർ ചെയ്യാൻ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ അത് സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് വന്ന അതിഥി അല്ലെങ്കിൽ ആ പ്രാണൻ അത് ഏത് കൈൻഡാണ്, ഏത് തരത്തിൽപ്പെട്ടൊരു ജീവനാണത്, അതിൻ്റെ പ്രയാണം എന്താണ്, അതിനെ വളർത്തേണ്ടത് എങ്ങനെയാണ്, അതിനെ നർച്ചർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ സാധനം ആരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം? ഇവരെ വളർത്താൻ നിയോഗിക്കപ്പെട്ട ആൾക്കാർ ഇത് കേട്ട് മനസ്സിലാക്കണം. നമ്മൾ മെൻ്റൽ ഏജിങ് എന്ന് പറയുന്നത് 13 വയസ്സ് വരെയാണ്. 13 വയസ്സ് വരെ ഉള്ള സമയത്താണ് നമ്മൾ മെൻ്റൽ ഏജിങ് നടക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും നമുക്ക് മാനസികമായിട്ട് പ്രായം വരുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്, പഠിച്ചെടുക്കുന്നത് തന്നെയാണ്. നമ്മൾ 13 വയസ്സിൽ നമ്മൾ എന്താ ആർജിച്ച് വെച്ചിട്ടുണ്ടോ, കണ്ടീഷനിങ് കഴിഞ്ഞു.
പിന്നെ കണ്ടീഷനിങ് നടന്ന സംഗതി വെച്ചിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക അതിനെ നമ്മൾ പരിപാടി ഉപയോഗിക്കുന്നതിനാണ് അതാണ് ലൈഫ് എന്ന് പറഞ്ഞു പോകുന്നത്. അവിടെ ആ ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ 6 വർഷം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ടർബുലൻ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അല്ലെ ടീനേജ്. കാരണം അവരെ എല്ലാ ഹോർമോൺസും വരുന്നു. ആൺകുട്ടികളാവുന്നു, പെൺകുട്ടികളാവുന്നു, പിയർ പ്രഷർ ഉണ്ടാകുന്നു, ഇങ്ങനെ എല്ലാം വല്ലാത്തൊരവസ്ഥയാണ് ആ സമയം. ശരിക്കും ആ സമയത്താണ് അവരുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത്. അതുവരെ കുട്ടിയായിരുന്നു, ആ കുട്ടി മാറി ഒരു ക്യാരക്ടറിലേക്ക് വരുന്ന ആ ഒരു 6 വർഷത്തെ സമയം കൊണ്ടാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ജാതകം ഉപയോഗിക്കേണ്ടത്. കാരണം ചില കുട്ടിയുടെ വ്യക്തിത്വം എന്തായിരിക്കണം, അവർ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്, അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അവരുടെ മൈനസ് പോയിന്റുകൾ എന്തൊക്കെയാണ്, അവരുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ഞാൻ എന്താണെന്നുള്ളതിൽ ഞാൻ എപ്പോഴാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഞാനായി മാറുന്ന സമയത്ത്, രൂപപ്പെടുന്ന സമയത്താണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ജാതകം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ പോലെ കല്യാണത്തിനാണ് ഈ സാധനം എടുക്കുക. അത് വരെ ഈ സാധനം ആരും തിരിഞ്ഞു നോക്കില്ല, അവിടെ കിടക്കും. ആ സമയത്ത് ഇത് കിടക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ടിലെത്തുന്ന സമയത്താണ് ജ്യോത്സ്യരെ ഏതൊന്ന് നോക്കൂ, നോക്കിയിട്ട് എന്താ പറയുക, അപ്പോൾ പറയാം നമുക്ക് ഇന്ന സമയത്ത് ഇന്ന യോഗങ്ങൾ വരാനുണ്ട്, അപ്പം ആ സമയത്തെല്ലാം ശരിയായിക്കോളും. എന്നിട്ട് ശരിക്കും ഒരു ഫാൾസ് ആയിട്ടുള്ള പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറമൊന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു രാജയോഗം വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാനറ്ററി പൊസിഷൻ നമുക്ക് വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ അല്ല, നമ്മളെ നോക്കിയ കേസുകൾ തന്നെ ഉണ്ട്. പേര് പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ കക്ഷി വന്നായിരുന്നു, പുള്ളിയെ മൊത്തം പ്രശ്നമാണ്. അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട് ഈ കർക്കിടകത്തിൽ വ്യാഴം മാറുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ഇയാൾക്ക് വളരെ നല്ല സമയമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വ്യാഴം മാറിയോണ്ട് മാത്രം നിങ്ങൾക്ക് ആയില്ലല്ലോ. പുള്ളി തർക്കിച്ചു. തർക്കമായി. പുള്ളി എവിടുന്നേ കുറച്ച് പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഈ തർക്കിക്കുന്നത്. ഞാൻ പറഞ്ഞു സുഹൃത്തെ നോക്കിയിട്ട് കാര്യമില്ല, ഈ വ്യാഴം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് ഭാവത്തിൻ്റെ അധിപനാണ്, അദ്ദേഹം നിങ്ങളുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നത്, അയാളാണ് ഇപ്പോൾ വീട്ടിലേക്ക് നിങ്ങളെ ഈ മാറുന്നത് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ പറയുക, അത് പോസിറ്റീവായിക്കൊള്ളുന്നില്ല. അത് ജാതകത്തിന് ബേസ് ചെയ്ത് പറയുന്നത്. ശരിക്കും യഥാർത്ഥ വശം എന്താ വെച്ചാൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ളൊരു വഴി, ഒരു ട്രാക്കും നമുക്കുണ്ട്. അതല്ലാതെ നമ്മൾ വേറെ വഴികളിലൂടെ പോയി സഞ്ചരിച്ച് പിന്നെ ആകെ ബുദ്ധിമുട്ടാവും, പിന്നെ അടുത്തും കൊണ്ട് വരിക. അപ്പൊ ഞാൻ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ജാതകം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് എഴുതിയതല്ല, നമ്മൾ എങ്ങനെ പോകണം എന്ന് എഴുതിയതാണ്. എങ്ങനെ ഹൗ ടു ബി ആ സ്ഥാനത്തുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പം എനിക്ക് തിരുവനന്തപുരത്ത് പോകണം, ഞാൻ താങ്കളോട് ചോദിച്ചു ഞാനെങ്ങനെ ഇവിടുന്ന് എങ്ങനെ പോകണം, നിങ്ങൾ ഇറങ്ങിയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏതായാലും തിരുവനന്തപുരത്താണല്ലോ പോകുന്നത്, അപ്പോൾ ഇന്ന സ്ഥലത്ത് കഴിയുമ്പോൾ ഇന്നൊരാളുണ്ട്, അയാൾ നിങ്ങൾക്കൊരു സാധനം തരും, ഒന്ന് വാങ്ങിച്ചിട്ട് പോണേ. ഓ ശരി. അങ്ങനെ ഓരോ സ്ഥലത്തും നിങ്ങൾ എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാനിവിടെ നിന്ന് ഇറങ്ങി എടുത്ത ടേൺ റൈറ്റിലേക്കായി പോയി. ഒരു 3 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് പിന്നെ ഞാനിത് അറിയുന്നത് എനിക്ക് തെറ്റിയിട്ടുണ്ട് എന്നുള്ളത്. 3 മണിക്കൂർ അങ്ങോട്ട് പോയി, തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ അതേ 3 മണിക്കൂർ, 6 മണിക്കൂറായി. പിന്നെ ഈ പറഞ്ഞ ആളേക്ക് എടുത്തെത്താൻ കുറേ സമയം വേറെയും വേണം. ഇത്രയും സമയം അയാൾ വെയിറ്റ് ചെയ്യും, അയാളെ പണി നോക്കി അയാൾ പോയി കാണും. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് വെച്ച വഴികളിൽ കൂടെ അല്ലാതെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കിട്ടേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അതിനാണ് നമുക്ക് ഈ ദശാപഹാരങ്ങൾ, ദശാനാഥന്മാരും അതിലെ അപഹാരങ്ങൾ ഇതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് ഒരു ലെവലിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാ ലെവലിലെ കോമൺ ആളുകൾക്കാണ് ഇതൊക്കെ മിസ്സിങ് ആവുന്നത്. സർട്ടൺ പൊസിഷന് മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും അടുത്തൊരു വർഷത്തേക്ക് അവർ കറക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. താഴെ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ ഈ പ്രശ്നങ്ങളായി കഴിഞ്ഞിട്ട് ഈ സാധനം കൊണ്ടുവരുന്നത്, അതും കൊണ്ടുവരുന്നത്. ഒരു സർട്ടൺ ലെവലിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അടുത്തൊരു വർഷത്തേക്ക് ഈ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മളെ ദീപാവലിയായിട്ട് അനുബന്ധിച്ചിട്ടും ഈ ദശമിയൊക്കെ അനുബന്ധിച്ചിട്ടൊക്കെ ഒരുപാട് സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് പല വീടുകളിലും പല ഫാമിലീസിലും ഒക്കെ. അതൊക്കെ ശരിക്കും അടുത്ത നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ അവിടെ അവരുടെ ഒരു കുടുംബ ജ്യോത്സ്യൻ ആരെങ്കിലും ഒരാളതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് ആ ഓരോ കുടുംബാംഗങ്ങളുടെയും അടുത്തൊരു വർഷത്തേക്കുള്ള ദശാനാഥൻ ആരാണ്, അതിൽ വരുന്ന അപഹാരങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് നിങ്ങൾക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ദോഷമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് 2 രീതിയിൽ ഒഴിവാക്കാം. ചില പരിഹാരങ്ങൾ ചെയ്യാനുള്ളത് ഉണ്ടാവും, പിന്നെ നമ്മൾ അവെയറായാൽ തന്നെ മാറിപ്പോകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുപോലെ കറക്റ്റായിട്ട് സയൻറ്റിഫിക്കലി ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ ജാതകം. അതെ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ 12-13 വയസ്സിലൊക്കെ ജാതകം വായിക്കാൻ വരുന്നവരുണ്ടോ ചോദിക്കാൻ? ഇല്ല. എണ്ണം കുറവാണെന്നാണോ ഇല്ലെന്നാണോ? വരാറില്ല.
ആകെ വരാറുള്ള ചില അച്ഛനമ്മമാർ വരാറുണ്ട്, ഇത് കുട്ടികളുടെ അഡിക്ഷനായിട്ടും പിന്നെ പറഞ്ഞാൽ കേൾക്കാത്ത പ്രശ്നങ്ങളായിട്ടും അങ്ങനെ വിഷയങ്ങളായിട്ട് വരാറുണ്ട്. പക്ഷേ അവിടെ എന്താ വെച്ചാൽ പാരൻറ്റിങ്ങിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് അവിടെ അവരുടെ അടുത്തേക്ക് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് എൻട്രി കിട്ടില്ല. കാരണം അവർ ഫോഴ്സ്ഡാണ്, അച്ഛനും അമ്മയും ഫോഴ്സ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അവരൊരിക്കലും നമ്മുടെ അടുത്ത് ഓപ്പൺ ആവില്ല. അവിടെ പിന്നെ വേറെ കുറേ നമ്മൾ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക. ശരിക്കും അവരെ ആ ഒരു 13 വയസ്സിന് മുമ്പ് തന്നെ ഈ ഒരു ബോധത്തിലേക്ക് എത്തിച്ചാൽ, ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്ന് അവരെ ബോധത്തിലേക്ക് എത്തിച്ചാൽ നമുക്കവിടെ പലതും ചെയ്യാൻ പറ്റും. ഒരു 13 മുതൽ 25 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളെയാണ് എനിക്ക് താല്പര്യം. അങ്ങനെയുള്ള ആളുകളാണ് അവരെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഗൈഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു 35-40 വയസ്സായിട്ട് ഇപ്പം നേരത്തെ വഴി തെറ്റിപ്പോയ പോലെ പല വഴിക്കും പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത് കൈമളർത്തി നിൽക്കും. അങ്ങനെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ അതിൽ വലിയ അപകടം, അങ്ങനെയുള്ള ആളുകളെ പലരും ചൂഷണം ചെയ്യുന്നുണ്ട് അല്ലേ. പല ദോഷപരിഹാരം, പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പൈസ കളയാന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം അവർ ഇപ്പോൾ എങ്ങനെ പറയുക, ഇപ്പം ഞാനൊരു സർട്ടൺ ലെവലിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് നോക്കി, ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്ന ഒരാളാണ്. അതിൽ നിന്ന് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ താങ്കളടുത്ത് തോന്നുന്നു ഞാനിങ്ങനെ എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്, വീട്ടിലെ കുറേ പ്രയാസങ്ങളുണ്ട്, എന്താ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് അയാളുടെ നിന്ന് പോകാം. നമ്മൾ രണ്ടുപേരും അവരുടെ അടുത്ത് പോയി അവർ കുറേ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഞാനെപ്പോഴും പഴയ ആൾ തന്നെ, ഈ മാറ്റമൊന്നും വന്നിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നാളെ എൻ്റെ ജീവിതം മാറുന്നു? ഇല്ല. എൻ്റെ കോഡ് ഓഫ് കണ്ടക്ടിങ് എങ്ങനെയാണോ അതിനനുസരിച്ച് നടക്കുള്ളൂ. അപ്പോൾ അതിന് വില്ലിങ് ആവാത്ത ഒരാളെ സംബന്ധിച്ചോളം നമുക്കൊന്നും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ആരും വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ഇന്ന് വരെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ റിസൾട്ടിൽ നിങ്ങൾ മാറ്റം പ്രതീക്ഷിക്കേണ്ട. മാറ്റാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അത് ഇവിടുന്ന് സഡനായിട്ടൊരു യൂട്ടേൺ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം മുന്നേ എടുത്ത് വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് പരിഹരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഒരു വർഷമൊക്കെ സമയം എടുക്കും ഒരാൾ മാറി വരണമെന്നുണ്ടെങ്കിൽ. ഓ, അപ്പോൾ ഈ കല്യാണത്തിന് ജാതകം നോക്കാൻ വരുന്നവർക്കും ഇതുപോലുള്ള ഒരു കറക്ഷൻ, 1 വർഷം നീണ്ട കറക്ഷൻ ആവശ്യം വരാറുണ്ടോ?